എന്തൊക്കെയാണ് ഓണക്കാലത്ത് രാമചന്ദ്രൻ സാർ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ഓണക്കാലത്ത് പറയുന്ന ഒരു വലിയ നീതികേടാണ്. ഞാൻ ഈ പുസ്തകം മടക്കി. ആണല്ലേ? അപ്പൊ ഞാൻ പുസ്തകം തുറക്കാം. അങ്ങനെ പറയുന്നൊരു അടിസ്ഥാനം വേണ്ടേ? എത്ര കാലമായി, നൂറ്റാണ്ടുകളായി നമ്മൾ കേരളത്തിൽ മാവേലിയെ ഇങ്ങനെ വരവേൽക്കുന്നു, പൂക്കളം ഇടുന്നു ഒക്കെ ചെയ്തിട്ട് അവസാനം വന്നിട്ട് പറയാ മാവേലി ഇല്ല, എന്നാ പിന്നെ ഓണം ഇല്ല. അപ്പൊ മാവേലി എവിടെയാ ഭരിച്ചിരുന്നേ? കേരളത്തിൽ. പിന്നെ എവിടെ? തൃക്കാക്കരയിലോ മറ്റോ ഭരിച്ചിരുന്നില്ലേ? തൃക്കാക്കരയിൽ എന്ന് പറയുന്ന സ്ഥലം ഏലൂരിന്റെ അടുത്ത് പാതാളം. 2 കിലോമീറ്റർ സ്ഥലം ഭരിച്ചിട്ടുണ്ടാവൂല്ലേ ഉണ്ടായിരുന്നെങ്കിൽ? സ്ഥലങ്ങൾക്ക് പലതും പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ ഒരു ഓട്ടോ പിടിച്ചിട്ട് താൻ ആ പാതാളത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ഓട്ടോ കൂലിയും കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ തമാശയായിട്ട് നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ മുക്കുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ പാകിസ്ഥാൻ മുക്ക് അവര് മാറ്റി. ഞാൻ നമ്മുടെ ABC തന്നെ ഒരു സംസാരിച്ചിട്ട്, അപ്പോ ചരിത്രകാരന്മാര് പറയുന്നത് നമ്മൾ നോക്കണമല്ലോ. എന്നെ വിട്ട് ഇവിടെ ഒരു ചരിത്രകാരൻ ചെമ്പോല ഉണ്ടാക്കിയായിരുന്നു ശബരിമലയുടെ കാര്യം പറഞ്ഞിട്ട്. അയാള് വേറെയും ചെമ്പോലകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചരിത്രകാരന്മാരെ അങ്ങനെയൊന്നും വലിയ പുണ്യാളന്മാരായിട്ടൊന്നും കരുതണ്ട. അതാണ്, നമ്മൾ ഇടതുപക്ഷ ചരിത്രം പറയില്ല. ഇപ്പൊ MGS നാരായണന്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണല്ലോ, അതെല്ലാം നോക്കും. ചില സമയത്ത് ഇടതുപക്ഷക്കാരെ ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും, കോൺഗ്രസ്സുകാർ തസ്തിക കൊടുത്താൽ അതും രാജിവെച്ചു പോവും. അങ്ങനെ ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ കള്ളിയിൽ നിർത്താൻ പറ്റുന്ന ആളല്ല. അപ്പൊ MGS നാരായണൻ കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ പുസ്തകം എനിക്കറിയാം. DC-യുടെ പുസ്തകമാണ്. ചെറിയ പുസ്തകം. അതെ, 100-150 അത്രേ ഉള്ളൂ. ഓരോ ലേഖനങ്ങളും 2-3 പേജേ ഉള്ളൂ. അതെ, അത് മനോരമയുടെ ഒരു വാർഷിക പതിപ്പിന് വേണ്ടി കൊടുത്ത പരത്തി പറയുന്ന പുസ്തകമല്ല. അല്ല, അങ്ങനെ ഒരു ആശയം അത് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ ഒരു തോന്നൽ എന്നറിയാം. ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് സാറ് പറയുന്നത് ഞാൻ കേൾക്കാം. ആ പുസ്തകം ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു അറിയാനുള്ളൊരു തൃഷ്ണ അത് ശമിപ്പിക്കുന്നില്ല. അതില്ല. എന്താണെന്നറിയോ, ഒരു വാർഷിക പതിപ്പിന് നമ്മൾ അങ്ങോട്ട് കൊടുത്ത ആശയമായിരുന്നു ഈ കേരള ചരിത്രത്തിലെ 10 കഥകൾ. ഞാൻ വീക്കിൽ ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ 10 ഫാലസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അതിനകത്ത് സെന്റ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ള കഥയുണ്ടോ? അതുണ്ട്. ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അത് നമുക്കും ഇവിടെ സംസാരിക്കാമല്ലോ. അപ്പോൾ MGS പറയുന്നുണ്ട് ആ കള്ളക്കഥകളില് മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് കേരളം ഭരിച്ചിട്ടേ ഇല്ല. ഇങ്ങനൊരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തില് വൈഷ്ണവ പൈതൃകം ആണ് ഈ ശൈവ മതവും വൈഷ്ണവ മതവും തമ്മിൽ തർക്കമുണ്ടല്ലോ, അതാണ് അക്കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ വൈഷ്ണവ പൈതൃകമായിരുന്നു കേരള ക്ഷേത്രങ്ങളിലൊക്കെ 9-ാം നൂറ്റാണ്ട് മുതൽ. അങ്ങനെ വാമന ആരാധനയും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തൃക്കാക്കരയിൽ 2000 കൊല്ലം പഴക്കമുണ്ട് എന്ന് പറയുന്ന ക്ഷേത്രം. പക്ഷെ തൃക്കാക്കര മാത്രമേ കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ളൂ. അതാണ്, വാമന പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അത് വിഷ്ണുവിന്റെ വരാഹ പ്രതിഷ്ഠ അടുത്തുണ്ട്. ഒന്ന് നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്തും പിന്നെ കണ്ണൂർ എവിടെയെങ്കിലും ആ ഭാഗത്ത് മലബാറിൽ എവിടെയാണ്. അതെ, അപ്പോൾ വാമനനെയും, അതായത് ആ നർമ്മദാ തീരത്ത് നിന്ന് കേരളത്തിലേക്ക് കുടിയേറാനായിട്ട് വന്ന ആളുകൾ ആ ഭാഗത്ത് നിന്നുള്ള കഥകൾ എടുത്ത് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കുന്നു. നർമ്മദാ തീരത്താണ് വാമനന്റെയും ഈ മഹാബലിയുടെയും ജീവിച്ചിരുന്നതായിട്ട് ഭൃഗുകച്ചം എന്ന് പറയുന്ന സ്ഥലം. മഹാബലി ഉണ്ടായിരുന്നു. മഹാബലി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. ഇവിടെയല്ല, മറ്റേ ഭൃഗുകച്ച, അതായത് ബാഹ്റോച്ച് എന്ന് പറയുന്ന സ്ഥലമാണ് ഭൃഗുകച്ച. ഗുജറാത്തില. അവിടെ നർമ്മദാ തീരത്ത് ഭാഗവതത്തിൽ പറയുന്ന കഥ, ഈ മഹാബലി എന്ന് പറഞ്ഞ ആളെ അനുഗ്രഹിച്ച് വാമനൻ വിടുന്നത്, ശിക്ഷിച്ചല്ല വിടുന്നത്. സുതലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വിടുന്നത്. പാതാളം എന്ന് പറഞ്ഞ സ്ഥലവും ഇല്ല. പാതാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പാതാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇരുട്ട് മൂടിയിരിക്കുന്നത്. പക്ഷെ ഇത് സുതലം എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ സുതലം എന്ന് പറഞ്ഞ സ്ഥലം വലിയ സൗകര്യങ്ങളും ഐശ്വര്യപൂർണമായ ആഡംബരപൂർണമായ ജീവിതവും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയൊരു കാലത്ത് അങ്ങ് ഏതോ സാവർണി മനുവിന്റെ കാലത്ത് അങ്ങ് ഇന്ദ്രപദവിയിലെത്തും എന്ന് പറഞ്ഞിട്ടാണ് വാമനൻ മറ്റേ ബലിയെ വിടുന്നത് നർമ്മദാ തീരത്തെ മഹാബലി കഥയില്. അതല്ലാതെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്ന കഥയൊന്നുമില്ല. 3 കാൽവയ്പ്പിന്റെ കഥ മധ്യാഹ്നം വരെയും സായം സന്ധ്യ വരെയും, പിന്നെ 3ാമത്തെ കാൽവയ്പ് എന്ന് പറയുന്നത് ഈ ഇരുൾ പരക്കുന്ന ഈ ഭൂമിയുടെ ഭ്രമണമില്ലേ, ഈ ഭ്രമണത്തിന്റെ കഥയുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ 3 കാൽവയ്പ് എന്ന് പറയുന്നത്. അതിൽ ഈ പാതാളം എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയൊക്കെ ആയിട്ട് വരും എന്ന് നമുക്ക് കരുതാം.
നമ്മുടെയൊക്കെ എതിർവശത്ത് ഇരുൾ പരക്കുന്ന ഒരു സ്ഥലമായിട്ട് പാതാളം. അവിടേക്ക് മഹാബലി പോയി. അതെ. എങ്ങനെ പോയി? ഇന്ന് പോലും 10-12 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറിയാലേ പോകാൻ പറ്റും. ഇരുൾ നീക്കി അല്ലല്ല. പണ്ട് ഇപ്പോ മറ്റേ ശങ്കരാചാര്യര് എല്ലായിടത്തേക്കും സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ കാൽനട പറ്റുമോ? അത് മറ്റേ യാത്രയാണല്ലോ, യോഗയാത്രകളും ഒക്കെയാണ്, പറന്നുള്ള യാത്രകളും ഒക്കെയാണ്. അവർക്ക് അത്തരം കഴിവുകളുണ്ട് എന്ന് നമ്മൾ കരുതണം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇരുൾ നീക്കുന്ന ഒരു ഉത്സവമാണ് തിരുവോണം എന്നുള്ള കാഴ്ചപ്പാടാണ്. അത് കേരളീയരുടെ അല്ല എന്നാണ് രാമേന്ദ്രൻ സാർ പറയുന്നത്. മലയാളികളുടെ ഉത്സവം അല്ല ഓണം. അല്ല, അത് ഞാൻ എൻ്റേതല്ല ഞാൻ പറയുന്നത്. ചരിത്രത്തിൽ നിന്നുള്ള ഭാഗവതം, പുരുഷ സൂക്തം, ഋഗ്വേദത്തിലെ ഐതരേയ ബ്രാഹ്മണം, ഇതിൻ്റെ അകത്ത് വാമന സൂക്തം ഉണ്ട് ഐതരേയ ബ്രാഹ്മണത്തിന്റെ അകത്ത്. അതിലൊക്കെ പറയുന്ന ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് പറയും. ഇത് കേട്ടിട്ട് സുഡാപ്പികൾ നാളത്തൊട്ട് പറയും ഓണത്തിന് കേരളവുമായിട്ട് ബന്ധമില്ല. ABC രാമേന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഈ പല്ലവ കാലത്ത് തമിഴ്നാട്ടില് വാമന ജയന്തി കൊണ്ടാടിയിട്ടുണ്ട്. തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ വാമന ജയന്തി കൊണ്ടാടിയിട്ടുണ്ട്. തിരുപ്പതി ഭഗവാനില്ലേ, വെങ്കടാചലപതി, നിങ്ങളും പോകുന്ന സ്ഥലല്ലേ, വാമനനാണ്. ത്രിവിക്രമ വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണല്ലോ. വാമനൻ ആണ്. അത് ബാലാജി എന്ന് പറഞ്ഞാൽ വാമനാണെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ സംഘകാല സാഹിത്യത്തിലുമൊക്കെ മറ്റേ വെങ്കടേശ ജയന്തി വാമനനാണ്, തിരുവോണമാണ് എന്ന് സംഘസാഹിത്യ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ത്രിവിക്രമൻ ആണ് തിരുപ്പതി ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേര പെരുമാള്, ഇവിടെ പെരുമാളായിരുന്ന ആള്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളല്ലേ. സ്ഥാണുരവി CE ക്രിസ്തബ്ദം 861 ചെപ്പേടുണ്ട്. തിരുവല്ല തിരുവാട്ടുവായ് ശിവക്ഷേത്രത്തിൽ ചെപ്പേടുണ്ട്. വാമന ജയന്തിക്ക് ബ്രാഹ്മണ സദ്യ കൊടുക്കണം എന്ന് പറയുന്ന ചെപ്പേടാണത്. എന്നിട്ട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തില് ചെപ്പേടുണ്ട്. 11ാമത്തെ നൂറ്റാണ്ട് മുതൽ ഓണാഘോഷം, വാമനന്റെ ജന്മനാളാണ് തിരുവോണം. അന്ന് ഓണാഘോഷം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് തിരുവല്ല ചെപ്പേട്. ഓണച്ചെലവ് ഈ പെരുമാൾ കൊടുക്കും എന്ന് പറയുന്നതാണത്. എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഓണാഘോഷങ്ങൾ മുഴുവൻ വാമനനുമായി അല്ലെങ്കിൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മധ്യകാലത്ത് ഉത്രാടത്തിന് ബ്രാഹ്മണർക്ക്, ജന്മിമാര്, അവർക്ക് കൊണ്ട കാഴ്ചക്കൊലകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓണക്കോടി കൊടുക്കും, സദ്യ കൊടുക്കും. മറ്റേ ജന്മി 14ാം നൂറ്റാണ്ടിലോ മറ്റോ എന്തോ സംഘർഷം രണ്ടു കൂട്ടരും തമ്മിൽ ഉണ്ടായതായിട്ട് പറയുന്നു. പക്ഷെ സംഘർഷം ഉണ്ടായത് കൊണ്ട് പിന്നെ മാവേലിയെ പൊക്കിക്കൊണ്ടുവന്നതാണ് എന്ന് ചരിത്രകാരന്മാർ ഊഹിക്കുന്നു. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഈ സംഘർഷ ചരിത്രങ്ങളൊന്നും പുസ്തകങ്ങളിൽ കാണുന്നില്ല. എങ്ങനെ കേരളത്തിൽ മാവേലി വന്നു എന്നുള്ളതിനെ പറ്റി ചരിത്രകാരന്മാർക്കുള്ളതൊരു ഊഹം മാത്രമാണ്. ഈ കാഴ്ചക്കൊല കൊടുക്കുന്ന ആളുകളും മറ്റവരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരിക്കാം. എന്നിട്ടൊരു മാവേലിയെ ഉണ്ടാക്കിയിരിക്കാം വേണ്ടി. പക്ഷെ എന്തായാലും വേറെ കാര്യമുണ്ട്. മലയാളത്തിന്റെ അല്ലെങ്കിൽ പോലും, മലയാളി അല്ലെങ്കിൽ പോലും മലയാളിയെ ഇന്ന് ഒന്നിപ്പിക്കുന്ന ഒരു വികാരമാണ് ഓണവും മാവേലിയും. അതിരുന്നോട്ടെ. എന്താന്ന് വെച്ചാൽ മറ്റേ മഹാബലി സവർണർക്കും വിരോധമില്ലേ? കാരണം വാമനനെയും കൂടി, വാമനൻ സവർണനാണല്ലോ ഈ കഥ പറയുകയാണെങ്കിൽ, പൂണൂലിട്ട രൂപല്ലേ. അപ്പൊ അതുകൊണ്ട് സവർണനും കൂടിയുള്ള ഒരു കഥയുടെ അകത്തെ സവർണനും വിരോധം തോന്നേണ്ട കാര്യമില്ല. മഹാബലിയും ഇരുന്നോട്ടെ. മഹാബലിയുടെ രൂപത്തിലും പൂണൂലൊക്കെ ഉണ്ടാവും ചിലപ്പോ മഹാബലിക്ക്. ഈ അസുരൻ ക്ഷത്രിയന്മാർക്ക് അതെ, ചില ക്ഷത്രിയന്മാരിടും. പിന്നെ നമ്മുടെ ഇവിടെ ഒക്കെ ഇടും. അതിന് ഈ പൂണൂൽ എന്ന് പറയുന്നത് പണ്ട് ഈ ജാതി ഇല്ലാതിരുന്ന കാലത്ത് വേദം പഠിക്കുമല്ലോ. വേദം പഠിക്കുമ്പോ ഇപ്പൊ മറ്റേ കറുത്ത തൊപ്പിയൊക്കെ വെച്ചു കൊടുക്കില്ലേ ബിരുദദാന ചടങ്ങിന്, എന്ന് പറയുള്ള ബിരുദദാനമാണ് ഈ പൂണിലിട്ട് കൊടുക്കല്. അത് വേദം പഠിച്ച് ആർക്കും പൂണിലിടാം. വേദം പഠിച്ചു കഴിഞ്ഞവൻ ബ്രാഹ്മണൻ. അത്രേ ആദ്യകാലത്ത് ഈ കൺസെപ്റ്റ് ഉള്ളൂ. പിന്നെ ഈ IT-യിലൊക്കെ ചേർന്ന ആളുകൾ പിന്നെ അവരുടെ ഒരു കുത്തക പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു കുത്തക സമുദായം ഉണ്ടായി വന്നാണ്. അത്രയേ ഉള്ളൂ ഈ പൂണൂലിന്റെ അകത്തൊക്കെ കാര്യം. പൂണൂലിനെ പറ്റി മറ്റേ പ്രാചീന കേരളത്തിൽ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് എന്താണെന്നറിയോ? പരശുരാമൻ ഇങ്ങനെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ കേരളം. പുള്ളി മുകളിൽ നിന്ന്, മലയിൽ നിന്ന് നോക്കുമ്പോൾ കുറെ ആളുകള് പുഴയുടെ തീരത്ത് ഈ
ചൂണ്ട ഇട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ ആ ടങ്കീസ് ഉണ്ടല്ലോ ചൂണ്ടയുടെ, പരശുരാമൻ വന്നിട്ട് ഈ ടങ്കീസ് പറിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതാണ് പൂണൂലിൽ നിന്ന്. ആ മുക്കുവരുണ്ടല്ലോ, അപ്പൊ അവരാണ് പിന്നെ നമ്പൂതിരിമാരായത് എന്ന് പ്രാചീന കേരളത്തില് ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട്. ചിലപ്പോ പരിഹസിക്കാൻ പറഞ്ഞതായിരിക്കും. നമ്മളീ പറഞ്ഞ സംഘർഷത്തിന്റെ ജാതി എന്ന് പറയും, ജാതി കോയ്മ മേൽക്കോയ്മ എന്ന് പറയുന്നതിന് ഒരു മിഥ്യ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാവാം. അതെ, പറഞ്ഞതും ആവാം. അദ്ദേഹത്തിന്റെ രീതികളില് പല ആളുകൾ പല മിഥ്യ കൊണ്ടുവന്നിട്ടാണല്ലോ ഈ ഐതിഹ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഥ കൊള്ളാമെങ്കിൽ നമുക്ക് ഇന്നും ആഘോഷിക്കാം എന്ന് പറയുന്നതാണ്. മഹാബലി കഥയില് ഒരു സവർണനും വിരോധം പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാവും. കാരണം വാമനന്റെ കഥയും കൂടി അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ശരിക്കും ഭാഗവതത്തിലെ കഥ നോക്കുമ്പോൾ ഒട്ടും മോശമായിട്ടല്ല പറഞ്ഞു വിടുന്നത്. നമ്മളിവിടെ 1961 ഔദ്യോഗിക ആഘോഷമാക്കി മാവേലി നാട് വാഴിയിടും കാലം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതൊക്കെ ആധുനിക കാലത്ത് വന്നിട്ടുള്ള പാട്ടുകളാണ്, പഴയ പാട്ടുകളിലൊന്നും ഇല്ല. അപ്പോൾ ഓണം വ്യത്യസ്തമായി 14-ാം നൂറ്റാണ്ട് മുതൽ എന്നാണ് പറയുന്നത്. ഏതൊരു സംഘർഷം കാരണം എന്നാണ്. ഈ സംഘർഷം എന്ന് പറഞ്ഞൊരു സംഗതി പഴയ ചരിത്രകാരന്മാര് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ മാളവിക ഭിന്നി പോലെ പുതിയ പുത്തൻകൂറ്റി മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ വന്നിട്ടുണ്ട്. ഇപ്പൊ അവര് ഇതിൻ്റെ അകത്ത് കയറി നന്നായിട്ടൊന്ന് പണിതിട്ടെ കുറച്ചുകൂടി ഇത് വാമന ജയന്തി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തു നിന്നും വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ഇട്ടൊന്ന് പണിയാമെന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല, മഹാബലി ഉണ്ടായിരുന്നാണ്. ഈ മറ്റേ സംഘർഷ ചരിത്രം കൊണ്ടാണ് ഇവിടെ മഹാബലി ഉണ്ടായതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതല്ല, ഋഗ്വേദത്തിലും ഒക്കെ വാമനൻ ഉണ്ട് എന്നുള്ളൊരു സംഭവം കൂടി പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഏതായാലും വാമനുണ്ടോ മഹാബലി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. ഇവിടെ മഹാബലി നമ്മുടെ സ്വന്തം ഒരാളാണ്, വാമനനും നമുക്ക് പ്രിയപ്പെട്ട ആളാണ്. കേരളത്തിൽ തൃക്കാക്കരയപ്പൻ, നമ്മൾ ഓണപ്പൂക്കളം ഇടുമ്പോൾ അതിൻ്റെ നടുക്ക് വെക്കുന്ന ആ സാധനം തൃക്കാക്കരയപ്പനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വീഡിയോ ഉണ്ട്. ഒരു സ്കൂളിൽ ടീച്ചർമാരിരുന്ന് പൂക്കളം ഇടുകയാണ്, പൂക്കളം വരയ്ക്കുകയാണ് ഓണാഘോഷത്തിന്. അപ്പോൾ ഒരു ടീച്ചർ വന്ന് കാലുകൊണ്ട് അത് മായ്ക്കുന്നു. അപ്പോൾ അവിടെ ആ സ്കൂളിൽ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ആ സ്കൂളിൽ എനിക്കറിയാവുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചു. അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. പക്ഷെ അത് പറഞ്ഞാൽ അത് അങ്ങനെ കാലുകൊണ്ട് മായ്ച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ്, ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയാണ്. പക്ഷെ അപ്പം തന്നെ ആ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നീ ഇങ്ങനെ ചെയ്യാമോ, നീ ഒരു ഹിന്ദു അല്ലേ, ഇത് വാമനനെ വെക്കുന്നതല്ലേ, വാമനൻ ദൈവമല്ലേ, അത് കാലുകൊണ്ട് തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഗുരുത്വമുള്ള അറിവുള്ള ഒരു ടീച്ചർ ഈ കുട്ടിയെ വിലക്കി തെറ്റാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ വീഡിയോയിൽ കാലുകൊണ്ട് ഇങ്ങനെ പതുക്കെ നീക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മോശമാണെന്ന്. അല്ല, വീഡിയോ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, കട്ട് ചെയ്തപ്പോൾ പറ്റാത്ത അതുകൂടെ ഞങ്ങൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ആളുകൾക്ക് വാമനമൂർത്തിയാണ് ഈ പൂക്കളത്തിൻ്റെ നടുക്കിരിക്കുന്ന അറിയത്തില്ല. വാമനമൂർത്തിൻ്റെ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ ആണ് ചുറ്റും പൂവുകൾ കൊണ്ട് അലങ്കരിച്ച് വെക്കുന്ന പൂക്കളം. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ സുഡാപ്പികൾ പറയുന്നതിൽ കാര്യമുണ്ട്. വേറൊരു ടീച്ചറും ഉണ്ടായിരുന്നല്ലോ, ഖദീജ ടീച്ചർ അല്ലേ, നമ്മുടെ സുഡാപ്പികൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഓണം ഹിന്ദുവിൻ്റെ ആഘോഷമാണ്, തർക്കമുണ്ടോ? ഇല്ല, ഹിന്ദുവിൻ്റെ ആഘോഷമാണ്. പക്ഷെ അത് നമ്മൾ സാർവജനീനമായിട്ട് ആഘോഷിക്കുന്നു, എല്ലാ മലയാളികളെയും ചേർത്ത് നിർത്തുന്ന ഒരാഘോഷമായിട്ട് മാറി. അങ്ങനല്ലേ കാണേണ്ടത്. മക്കളെ വാ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം നമ്മൾ പറയുന്നു. അതായത് ഒരു സഹിഷ്ണുതയുടെ ആഘോഷമാണെന്ന് നമ്മൾ പറയുന്നു. അതിനകത്ത് ആരെയും ഓണാഘോഷത്തിന് മഹാബലിയാണ് അതിൻ്റെ കേന്ദ്രബിന്ദു എങ്കിൽ പോലും ഒരാളെയും മാറ്റി നിർത്തുന്നില്ല, അല്ലേ? എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ നേരത്തെ പറഞ്ഞ പോലെ 1961 മുതൽ ഓണാഘോഷം കേരളത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതിന് കാരണം വേറെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.